മട്ടന്നൂർ പോളിടെക്നിക് കോളേജിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ച സംഭവത്തിൽ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന മോഡേൺ ITI സ്ഥാപനത്തിനെതിരെ അന്വേഷണം. KGCA സർട്ടിഫിക്കറ്റ് കോഴ്സ് പരീക്ഷയ്ക്കിടെയാണ് കോപ്പിയടി നടന്നത്. കോപ്പിയടിച്ച ഉദ്യോഗാർത്ഥി കാസർഗോഡ് സ്വദേശി ജനാർദ്ദന അറസ്റ്റിലാവുകയും ചെയ്തു. ജൂലൈ 3 നടന്ന KGCA പരീക്ഷ റദ്ദ് ചെയ്യാനും തീരുമാനം. മിഥുൻ പിള്ളയാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, എന്താണ് വിശദാംശങ്ങൾ? പറയും. മട്ടന്നൂർ പോളിടെക്നിക് കോളേജിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ച സംഭവത്തിൽ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന മോഡേൺ ITI സ്ഥാപനത്തിനെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ പറയും. ഇക്കഴിഞ്ഞ ജൂലൈ 3 കണ്ണൂർ മട്ടന്നൂർ പോളിടെക്നിക് കോളേജിൽ KGCA എന്ന് പറഞ്ഞ പരീക്ഷ നടന്നത്. ആ സമയത്ത് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പി അടിച്ചു എന്ന സംഭവത്തിന്റെ പുറത്ത് ഉദ്യോഗാർത്ഥിയായ ജനാർദ്ദനയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. തൊട്ടു പിന്നാലെ അന്വേഷണം നടത്തിയതിലാണ് അത് ആസൂത്രിതമായി നടന്ന കോപ്പിയടിയാണ് എന്ന സംഭവം പുറത്തു വന്നത്. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന മോഡേൺ ITI എന്ന സ്ഥാപനത്തിലാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ജനാർദ്ദന എന്ന് പറയുന്ന വ്യക്തി കോച്ചിങ് ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ കോപ്പിയടി നടന്നത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മൊബൈൽ ഫോൺ കൃത്യമായ ഉത്തരങ്ങൾ ജനാർദ്ദനയ്ക്ക് ആ സ്ഥാപനത്തിലെ അധ്യാപകൻ തന്നെ പറഞ്ഞു കൊടുത്തു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തത് മാത്രമല്ല, ഈ കോപ്പി അടിച്ച ഉദ്യോഗാർത്ഥി അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കാസർഗോഡ് സ്വദേശിയായ ജനാർദ്ദനയാണ് അറസ്റ്റിലായത്. KGCA എന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ്, ജോലിയിൽ തുടരാൻ ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് ജനാർദ്ദനയ്ക്ക് ആവശ്യമായിരുന്നു. അത് പാസ്സാവില്ല എന്നൊരു ധാരണപ്പുറത്താണ് കോപ്പി അടിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അതിന്റെ അടിസ്ഥാനം മൊബൈൽ ഉപയോഗിച്ച് കോപ്പി അടിച്ചത്. അന്നേ ദിവസം തന്നെ ഇൻവിജിലേറ്റർ ജനാർദ്ദനയെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പി അടിക്കുന്നതിടെ പിടികൂടുകയും ചെയ്തിരുന്നു. ഗൗതം. ഓക്കെ.